ശ്രീ ഷമി തിലകൻ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ഷമി തിലകൻ, നടൻ ശ്രീനിവാസനെ ഓർക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അദ്ദേഹം അഭിനയിച്ച് ഫലിപ്പിച്ച കഥാപാത്രങ്ങൾ, അദ്ദേഹം തിരക്കഥ എഴുതിയ സംഭാഷണങ്ങൾ, അതിനൊക്കെ അപ്പുറത്ത് താങ്കൾക്ക് ആരായിരുന്നു ശ്രീനിവാസൻ? ശ്രീനി ഏട്ടൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ അറിഞ്ഞതേ ഉള്ളൂ. ഇച്ചിരി ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു. അപ്പം അതിനോടൊന്ന് പൊരുത്തപ്പെട്ട് വരുന്നതേ ഉള്ളൂ. ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിനെ അങ്ങനെ ഒത്തിരി പ്രാവശ്യമൊന്നും നേരിട്ട് കണ്ടിട്ടില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുമില്ല. പക്ഷെ എൻ്റെ അച്ഛൻ്റെ ആത്മസുഹൃത്തായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെക്കുറിച്ചും ഒക്കെ എൻ്റെ അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് അദ്ദേഹം ഒരുമിച്ച് അഭിനയിച്ച സിനിമയുടെ പേര് പോലും ഞാനിപ്പോൾ മറന്നുപോകുന്നു. അങ്ങനെയുള്ള കുറെ നിമിഷങ്ങള് കുടുംബപരമായിട്ട് എനിക്ക് അതുപോലെ ഒരു ഫീൽ ഉള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ അതിനോട് പൊരുത്തപ്പെടാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. അതിന്റെ ആ ഒരു എങ്ങനെ എന്ത് പറയണമെന്നുള്ളതും. തീർച്ചയായിട്ടും താങ്കൾക്ക് വാക്കുകൾ കിട്ടാത്ത ഒരവസ്ഥയുണ്ട്. ഇതിപ്പോൾ ഈ വാർത്ത കേട്ട ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരായ പ്രേക്ഷകർക്കും അത് തന്നെയാണ്. കാരണം എത്രത്തോളം നമ്മളുമായി റിലേറ്റ് ചെയ്യാവുന്ന കഥാപാത്രങ്ങൾ നമ്മളൊരാളായിട്ട് തന്നെയാണ് ശ്രീനിവാസൻ എന്ന നടനെ നമ്മൾ കണ്ടിട്ടുള്ളത്, സംവിധായകനെ, തിരക്കഥാകൃത്തിനെ കണ്ടിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും താങ്കളുടെ ഒരു ബുദ്ധിമുട്ട് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നമ്മളൊരു ബ്ലാങ്ക് ആകുക എന്ന് പറയത്തില്ലേ, അതിനൊക്കെ ഒരു അവസ്ഥയാണ്. അത് എങ്ങനെയാ അതിനോട് പ്രതികരിക്കണമെന്ന് എന്താണ് അദ്ദേഹം ഇപ്പൊ അഭിനയിച്ച പടങ്ങൾ പോലും ഓർമ്മയിൽ നിൽക്കാത്തൊരവസ്ഥയിലേക്ക്. ശ്രീ ഷമി തിലകൻ, താങ്കൾ ഈ അടുത്ത കാലത്തൊക്കെ അദ്ദേഹം നേരിട്ട് കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നോ? ഇല്ല, ഞാൻ കുറെ നാളുകളായിട്ട് ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹത്തെ വളരെ പണ്ടെങ്ങാണ്ട് ഒരു ദിവസം തിരുവനന്തപുരത്തെ ഫ്ലാറ്റിൽ വെച്ച് ഞാനൊന്ന് കണ്ടതേ ഉള്ളൂ. അല്ലാതെ ഞാൻ ശ്രീനിയേട്ടനെ ഞാൻ നേരിട്ടധികം കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ഓർമ്മയിൽ എനിക്ക് അങ്ങനെ അധികം വരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഇച്ചിരി ഷോക്ക്ഡ്. തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നു. ശരി, എന്തായാലും വളരെയധികം നന്ദി ശ്രീ ഷമി തിലകൻ. ഈ അവസരത്തിൽ അദ്ദേഹത്തെ ഓർത്തെടുത്തതിന് എന്തായാലും